ഇന്ന് നമുക്ക് മൊഡ്യൂൾ 4ന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്, ടീം ഡൈനാമിക്സ്. ഓക്കെ, ഇന്ന് ടീം ഡൈനാമിക്സ് കഴിഞ്ഞിട്ട് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് മൊഡ്യൂൾ 5 വിച്ച് ഇസ് ലീഡർഷിപ്പ്. അടുത്ത ക്ലാസ്സിലായിട്ട് ഞാൻ മൊഡ്യൂൾ 5 കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ടീം ഡൈനാമിക്സിൽ ഒന്ന് നമുക്കുള്ളത് സിലബസ് പ്രകാരം ഗ്രൂപ്പും ടീമും തമ്മിലുള്ള ഡിഫറൻസ്, ടീമിന്റെ ഡൈനാമിക്സ് എന്താണ്, വെർച്വൽ ടീംസ് എന്താണ്, പിന്നെ മാനേജിങ് ടീം പെർഫോമൻസ്, മാനേജിങ് കോൺഫ്ലിക്ട്സ്, ഇൻട്രാപ്രണർഷിപ്പ്. ഇൻട്രാപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, ആൻട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരാള് അവരൊരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിനാണ് ആൻട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് ബിസിനസ്. ഇൻട്രാപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ടീമിനുള്ളിൽ ഇതുപോലെ ഒരാള് അല്ലെങ്കിൽ 2 or 3 പേര് ഒന്നിച്ച് ചേർന്ന് ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഇൻട്രാപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പിന്നെ സംസാരിക്കാനായിട്ട് പോകത്തില്ല. ടു ബി active, proactive and productive inside the team is intrapreneurship. Okay, now what are teams? Groups പറഞ്ഞ പോലെ തന്നെയാണ് teams. Okay, a group of people working together to achieve a common goal. Okay, now groups and teams തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിനെക്കാട്ടിലും ഒത്തിരിയും ചെറുതായിരിക്കും നോർമൽ കേസസിൽ ടീംസ്. കാരണം ടീംസ് ഒന്നും കൂടെ കൺസൈസ് ആയിട്ട്, ഒന്നും കൂടെ പ്രിസൈസ് ആയിട്ടുള്ള ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, സോ ഗ്രൂപ്പ് ക്യാൻ ബി ക്വൈറ്റ് ലാർജ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി 3 members ഉണ്ടാവും, പക്ഷെ ടീമിൽ അത്രയും മെമ്പേഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, നൗ ദേ ഹാവ്, ടീമിന്റെ അകത്തുള്ളവർ കോംപ്ലിമെന്ററി സ്കിൽസ് ഉള്ളവരായിരിക്കും. കോംപ്ലിമെന്ററി സ്കിൽസ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്കില്ലുകളുള്ള ആൾക്കാരായിരിക്കും. only then they can work together to get better productivity. ഓക്കെ, ഓരോ ഇൻഡിവിജ്വലിനും സ്പെസിഫിക് സ്കിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ടീമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് സ്പോർട്സ് ടീമിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഓക്കെ, ഏത് ടീം ആണെന്നുണ്ടെങ്കിലും ഒരേ സ്കില്ലുള്ള ആൾക്കാരല്ല എല്ലാവരും ഉള്ളത്. പല സ്കില്ലുള്ളവര് ആ പർട്ടിക്കുലർ സ്പോർട്ട് ഏത് രീതിയിലാണോ പ്ലേ ചെയ്യേണ്ടത്, ആ പ്ലേ ചെയ്യേണ്ടതിന് ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത സ്കില്ലുകളുള്ള ആൾക്കാർ ഒന്നിച്ച് ചേർന്നാണ് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരാളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് സ്ട്രോങ് പോയിന്റ്സ് ഒരു പർട്ടിക്കുലർ സ്കില്ലിലായിരിക്കും, ഒരു ഏരിയയിലായിരിക്കും. ഓക്കെ, ഇനി ടീം റിവാർഡ്സ് ആർ ഷെയർഡ് എന്ന് പറയുന്നത്, ഒരു ടീം ജയിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെ? അതേപോലെയാണ് ഇവിടെയും നമ്മൾ നോക്കേണ്ടത്. റിവാർഡ്സ് ആർ ഷെയർഡ്. ഒരാള് എത്ര നന്നായി കളിക്കുന്നു എന്നുള്ളതിലല്ല, ഒന്നിച്ചവർ എത്ര നന്നായി കളിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. ഓക്കെ, സോ ദർ ഇസ് ഹൈ കോർഡിനേഷൻ. തമ്മിൽ ഉള്ള ഒരു കോർഡിനേഷൻ വളരെ ഹൈ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മനസ്സിലാക്കി, മുൻകൂട്ടി മറ്റുള്ളവരെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. ഹാർമണി ഉണ്ടായിരിക്കണം. അടിയിടുന്ന ഒരു ടീമിൻ്റെ അകത്ത് ഒരിക്കലും നമുക്കൊന്നും പ്രതീക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. അത് മാത്രമല്ല, ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് അവർക്ക് ഉണ്ടായിരിക്കണം. ദാറ്റ് ഇസ് കോൾഡ് സിനർജി. ഓക്കെ, നന്നായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിനാണ് ടീം സിനർജി എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, അവർ സെൽഫ് ഗവേൺഡ് ആൻഡ് സെൽഫ് മാനേജ്ഡ് ആയിരിക്കും. ഒരു ടീം കളിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കയറി അവരോട് ഒത്തിരി കൂടുതലൊന്നും ആരും പറയാൻ പോകുന്നില്ല. മുമ്പേ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും അവര്. ആ ട്രെയിനിങ് പ്രകാരം ആ കളിക്കുന്ന സമയത്ത് അവർ സെൽഫ് ഗവേൺഡ് ആണ്. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആർക്ക് പാസ് കൊടുക്കണം, അല്ലെങ്കിൽ വാട്ട് എവർ ഇസ് എ ടൈപ്പ് ഓഫ് ഗെയിം, ആ രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്യണം സിറ്റുവേഷൻസ് ഒക്കെ അവർ അന്നേരം ഓൺ ദ സ്പോട്ടാണ് തീരുമാനിക്കുന്നത്. ഇനി ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രൂപ്പ് പോലെ തന്നെയാണ് ടീമിന്റെ ഫോർമേഷൻ. സോ ദ സെയിം ടക്മൻ ആൻഡ് ജെൻസൺ സ്റ്റേജസ്: ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ്, അഡ്ജേർണിംഗ്. ഇത് സെയിം ഗ്രൂപ്പ്സിൽ നമ്മൾ പഠിച്ച സ്റ്റേജസ് ആണ്. ഇതേ സ്റ്റേജസിലൂടെയാണ് ടീമും കടന്നു പോകുന്നത്. ഓക്കെ, ഇനി വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആൻഡ് ടീംസ്? ഈ ക്വസ്റ്റ്യൻ ഒത്തിരിയും പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആൻഡ് ടീംസ്. ഗ്രൂപ്പിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ടീമിൽ അങ്ങനെയല്ല, സിനർജിക് കോൺട്രിബ്യൂഷൻ. അവർ ഗ്രൂപ്പിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്.
ഗ്രൂപ്പിൽ നമ്മൾ റാൻഡം സ്കിൽസ് ആണ് ആൾക്കാർക്കുള്ളത്. ഓക്കെ, അത് അവരാ ചെയ്യേണ്ട ഗോളിന് ആവശ്യമാകണമെന്നോ അല്ലെന്നോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എന്നാൽ ടീമിൽ അങ്ങനെയല്ല. ആ ടീമിന് ആവശ്യമായ കോംപ്ലിമെന്ററി സ്കിൽസ് ആയിരിക്കും അതിന്റെ ആൾക്കാർക്ക് ഉള്ളത്. ഓക്കെ, ഗ്രൂപ്പും ടീമും കോമൺ ഗോൾ ഉണ്ട്. പക്ഷെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ കോമൺ ഗോളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ടീം അങ്ങനെയല്ല. അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ടു എ കോമൺ ഗോൾ. ഓക്കെ, ഗ്രൂപ്പ് is not involved in planning the goals. അതൊരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്മോൾ മാനേജ്മെന്റ് ലെവലിലുള്ള അല്ലെങ്കിൽ ഹയർ ലെവലിലുള്ള ആൾക്കാർ മാത്രമേ ഗോൾസ് പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ടീമിൽ അങ്ങനെയല്ല, ഒന്നിച്ചാണ് അവർ ഗോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രൂപ്പിൽ ഇത്രയും വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റി അവിടെ ഉണ്ടാവാനുള്ള സ്കോപ്പ് കുറവാണ്. എന്നാൽ ടീമിൽ അങ്ങനെയല്ല, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ക്രിയേറ്റിവിറ്റിക്ക്. ഓക്കെ, ഇനി ഗ്രൂപ്പിൽ ഒരാൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട് ദേ ആർ ഡൂയിങ്. ഓക്കെ, എന്നാൽ ടീമിൽ അങ്ങനെയല്ല, കളക്റ്റീവ് റെസ്പോൺസ്. എല്ലാവരും അവരുടെ ഭാഗം ചെയ്തെങ്കിൽ മാത്രമാണ് ആ ടീമിന് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഗ്രൂപ്പിൽ ഒത്തിരി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആൾക്കാരുണ്ടാവും. സോ ദേ ആർ ഡൈവേഴ്സ് കൾച്ചർ. എന്നാൽ ടീമിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ പോലും അവർ ഷെയർ ചെയ്യുന്ന ഒരു കൾച്ചറും അവർക്ക് ഉണ്ടാവും. ഓക്കെ, ഗ്രൂപ്പിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഷെയർഡ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്. എന്നാൽ ടീമിൽ അങ്ങനെയല്ല. അവർ എഗ്രി ചെയ്യുന്ന ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, മ്യൂച്വലി എഗ്രീഡ് ഇൻട്രസ്റ്റിന് വേണ്ടി ആണ് അവർ ടീമാകുന്നത്. ഓക്കെ, ഗ്രൂപ്പിൽ ഇനീഷ്യലി ഒത്തിരി കോമൺ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. കാരണം വലിയ ഗ്രൂപ്പ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കുറെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പിടിവലികളും ഉണ്ടാവും. എന്നാൽ ടീമിൽ അങ്ങനെയല്ല. കുറച്ച് നമ്പർ ഓഫ് ആൾക്കാരെ ഉള്ളൂ. ഷെയർഡ് ഇൻട്രസ്റ്റ് ആണ്, ഷെയർഡ് ഗോൾസ് ആണ്, മ്യൂച്വലി എഗ്രീഡ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റുകൾ കുറവായിരിക്കാനാണ് കൂടുതൽ ചാൻസ്. കമ്പയർഡ് ടു ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഇല്ല എന്നല്ല, കുറവായിരിക്കും. ഓക്കെ, ഗ്രൂപ്പിൽ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയതുകൊണ്ട് തന്നെ അക്കൗണ്ടബിലിറ്റി ഒരു ലീഡർ ഫിഗറിനോടായിരിക്കും. അവരെ ആ ലീഡർ ഫിഗർ ആയിരിക്കും ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇന്നത് ചെയ്തില്ല, അല്ലെങ്കിൽ ഇന്നത് ചെയ്ത രീതി ശരിയായില്ല. അത് അക്കൗണ്ടബിലിറ്റി ലീഡറിനോടായിരിക്കും. എന്നാൽ ടീമിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. ഗ്രൂപ്പിൽ ഒരാൾക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ റിവാർഡ്സ് ആണ്. അവർക്കൊരു മാന്യത കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ മണി അവാർഡ്, ഫിനാൻഷ്യൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടും, പൊസിഷൻ കിട്ടുന്നു, ഒക്കെ ഇൻഡിവിജ്വലാണ്. ടീമിൽ അങ്ങനെയല്ല. എന്ത് റിവാർഡ് കിട്ടിയാലും അത് ഷെയർഡാണ്. ടീമിലുള്ള എല്ലാവരും അത് ഒരുപോലെ അവകാശപ്പെടുന്നു. ഓക്കെ, ഗ്രൂപ്പിൽ ഒത്തിരി നമ്പർ ഓഫ് ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഇന്റർ ഡിപ്പെൻഡൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡിപ്പെൻഡൻസ് കുറവാണ്. ടീമിൽ അങ്ങനെയല്ല. ടീം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ട്രസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. That's why you can see in teams they'll be very close to each other. കാരണം അത്രയ്ക്ക് ഇന്റർഡിപെൻഡന്റ് ആണ് അവര്. ഓക്കെ, ഗ്രൂപ്പ് ലീഡർ കൺട്രോൾഡ് ആണെങ്കിൽ ടീമിലെ ലീഡർ ഫെസിലിറ്റേറ്റ് മാത്രമാണ് ചെയ്യുന്നത്. ഫെസിലിറ്റേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡർ എല്ലാം എന്താ പറയാ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. ബാക്കി ചെയ്യേണ്ടത് ടീം മെമ്പേഴ്സ് തന്നെ അവരുടെ വർക്ക് അവർ ചെയ്യണം. ഗ്രൂപ്പിൽ കോർഡിനേഷനും ടാസ്ക് ഓറിയന്റേഷനും കൊലാബറേഷനും ഒക്കെ കുറവായിരുന്നാൽ മതി. എന്നാൽ ടീമിൽ അങ്ങനെയല്ല. അവർ കോർഡിനേറ്റഡ് ആയിരിക്കണം, ഒന്നിച്ച് വർക്ക് ചെയ്യാനായിട്ടും ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നേടിയെടുക്കാനായിട്ട് കൊളാബറേറ്റ് ചെയ്യാനൊക്കെ ഇവർ ഭയങ്കരമായിട്ടും സ്കിൽഡ് ആയിരിക്കണം, റെഡി ആയിരിക്കണം. സോ ദർ ഇസ് ഗ്രേറ്റർ കോർഡിനേഷൻ, ടാസ്ക് ഓറിയന്റേഷൻ ആൻഡ് കൊളാബറേഷൻ. ഇത്രയും പോയിന്റുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു 5 തൊട്ട് 7 വരെയുള്ള കറക്റ്റായിട്ട് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ആൻസർ ചെയ്യാനായിട്ട്. പക്ഷെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആൻഡ് ടീംസ്, അതാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ 5 തൊട്ട് 7 വരെ ഉള്ള പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. അത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. Okay, now this is also a question which has been repeated in the previous question papers. Types of teams. ഏതൊക്കെ തരം ടീമുകളാണ് നമുക്കുള്ളത്? ഓക്കെ, 5 ടൈപ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. പ്രോബ്ലം സോൾവിംഗ്, സെൽഫ് മാനേജ്ഡ്, ഫങ്ഷണൽ, ക്രോസ് ഫങ്ഷണൽ, വെർച്വൽ. ഓക്കെ, പ്രോബ്ലം സോൾവിംഗ് പേര് കേൾക്കുന്ന പോലെ തന്നെ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ഇഷ്യൂവിനെ ഫോക്കസ് ചെയ്താണ് ടീമിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പ്രോബ്ലം സോൾവ് ആയി കഴിയുമ്പോൾ ആ ടീമും ഡിസോൾവ് ചെയ്യും.
ഓക്കെ. ക്രൈസിസ് മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അങ്ങനത്തെ ടീമുകളൊക്കെ അങ്ങനെ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി സെൽഫ് മാനേജ്ഡ്. ഓക്കെ, സെൽഫ് മാനേജ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കുറച്ച് പേര് ജോയിൻ ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവർ സെൽഫ് മാനേജ്ഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ എന്താ UN, അവരെ ഗവേൺ ചെയ്യുന്ന വേറെ ബോഡിയൊന്നുമില്ല, അവർ തന്നെയാണ് അവരെ ഗവേൺ ചെയ്യുന്നത്. അത് പല ആവശ്യങ്ങൾക്കായിട്ട് ആ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ അത് ക്രിയേറ്റ് ചെയ്തതാണ്. ദേ ആർ എംപവേർഡ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. ഓക്കെ, ബാക്കി കൺട്രീസ് അവരുടെ ഡിസിഷൻസ് പ്രോപ്പറായിട്ട് എടുത്തില്ലെങ്കിൽ അതിനെ ഗവേൺ ചെയ്യാനായിട്ടും കൂടെ ഉള്ള ഒരു ബോഡിയാണ്. ഓക്കെ, അതിൽ ഈച്ച് മെമ്പർ അത് ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവും. ദേ മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്, അവർക്ക് അതോറിറ്റി ഉണ്ട്. ഓരോ മെമ്പറിനും അവരുടേതായ സ്കിൽ സെറ്റും ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എ സെൽഫ് മാനേജ്ഡ് ടീം. ഇനി ഫങ്ഷണൽ ടീം. ഫങ്ഷണൽ ടീം എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ്ങിനെ പോലെ പ്രോബ്ലം തീർന്നു കഴിയുമ്പോൾ അങ്ങ് റിസോൾവ് ചെയ്യുന്നതല്ല, ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, സോ കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞൊരു ടീം ഒരു കമ്പനിയിലുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് ആ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്, കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൽ സാധാരണഗതിയിൽ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ആ ഒരു സ്കിൽ സെറ്റ് ആയിരിക്കും ഉണ്ടാവും. കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുക, അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അവർക്ക് അവരുടെ നോളജ് ലെവൽ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ നല്ലതായിരിക്കണം, അങ്ങനത്തെയൊക്കെ സ്കിൽ സെറ്റ്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് ദേ ആർ ഓൾ പുട്ട് ടുഗെദർ ഫോർ എഫിഷ്യൻസി. ഒരു ഏരിയയിൽ ഒരാൾക്ക് നല്ല നോളജ് ഉണ്ടെങ്കിൽ വേറെ ഏരിയയിൽ വേറൊരാൾക്ക് നല്ല നോളജ് ഉണ്ടാവും. അതിനാവശ്യത്തിനനുസരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കോളുകൾ ട്രാൻസ്ഫർ ചെയ്താണ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇനി ക്രോസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, ക്രോസ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ റിസർച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. റിസർച്ച് ഇൻ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൽ സ്പെഷ്യാലിറ്റി ആയിട്ട് ഉള്ളവർ ആ ഗ്രൂപ്പിൽ ആവശ്യമാണ്. ഓക്കെ, ഇനി അഗ്രികൾച്ചറിൽ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഗോൾ എങ്കിൽ ഇതിൻ്റെ അകത്ത് എഞ്ചിനീയേഴ്സ് ആവശ്യമാണ്. അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമേഴ്സ് മാത്രം പോരാ, അതിൻ്റെ അകത്ത് എഞ്ചിനീയേഴ്സ് ആവശ്യമാണ്. അതിൻ്റെ അകത്ത് ടൂൾസും മെഷീനറിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 2 തരം സ്കിൽഡ് പേഴ്സൺസ് ആവശ്യമാണ്. കമ്പ്യൂട്ടറിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരും ആവശ്യമാണ്, അതുപോലെ തന്നെ മെക്കാനിക്കലിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ആവശ്യമാണ്. ഇതിനെയാണ് ക്രോസ് ഫങ്ഷണൽ എന്ന് പറയുന്നത്. ഓരോ ഗ്രൂപ്പിന് ആ ഒരു ടീമിന്റെ അകത്ത് തന്നെ പല ഫങ്ഷൻസ് ചെയ്യുന്ന ഡിഫറെന്റ് ആൾക്കാരുണ്ടാവും. അവരുടെ ഗ്രൂപ്പിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള കുറെ ഗോൾസും കാര്യങ്ങളും ഉണ്ട്. അത് കൂടാതെ ടുഗദർ ദേ ആർ വർക്കിംഗ് ഫോർ എ കോമൺ ഗോൾ. ഓക്കെ, ദിസ് ഇസ് ക്രോസ് ഫങ്ഷൻ. സാധാരണഗതിയിൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഒത്തിരിയും റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് വി വിൽ റിക്വയർ ക്രോസ് ഫങ്ഷണൽ എക്സ്പെർട്ടീസ്. ഓക്കെ, ഇനി വെർച്വൽ ടീംസ്. വെർച്വൽ ടീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒന്നിച്ച് കൂടി നേരിട്ട് കാണുന്നില്ല. അവർ പല ഡിഫറെന്റ് ജോഗ്രാഫിക് ലൊക്കേഷൻസിലായിരിക്കും, സ്ഥലങ്ങൾ വേറെ വേറെ ആയിരിക്കും. പക്ഷേ ത്രൂ ദ മീഡിയ, ഡിജിറ്റൽ മീഡിയയിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊലാബറേറ്റ് ചെയ്ത് ഒന്നിച്ച് വർക്ക് ചെയ്യും. അതിനെയാണ് വെർച്വൽ ടീം എന്ന് പറയുന്നത്. Okay, we're going to be looking at virtual teams more in detail just in a minute. Now, what can be the composition of teams? ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ്ലി വന്നിട്ടുള്ളതാണ്. ഹോമോജീനസ് ആണോ ഹെട്രോജീനസ് ആണോ? ഓക്കെ, പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കണം. ഹോമോജീനിയസ് മീൻസ് ഒരേ ടൈപ്പിലുള്ള ആൾക്കാർ. ഓക്കെ, സോ ഒരേ സ്കില്ലുകളുള്ളത്, ഒരേ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്, ഒരേ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ, അതാണ് ഹോമോജീനിയസ് ടീം. ഓക്കെ, സോ ഇനീഷ്യലി അവരെല്ലാം ബിക്കോസ് ദേ ഷെയർ ദാറ്റ് ബാക്ക്ഗ്രൗണ്ട്, റാപ്പോ വളരെ കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ ഒന്നിച്ച് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ്. ഓക്കെ, ദേ ക്യാൻ വർക്ക് വെരി വെൽ ടുഗെദർ. കോൺഫ്ലിക്റ്റുകൾ കുറവായിരിക്കും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ഒരേ ഭാഷയാണ് സംസാരിക്കുന്നത്, അവർക്ക് ഒരേ ഇൻട്രസ്റ്റ് ആണ്. സോ ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഈസിലി. അവർ ഏതൊരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യുന്നത് സിമിലർ ഐഡിയാസ് ആയിരിക്കും. കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് സെയിം ആയതുകൊണ്ട് അങ്ങനെയായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. പ്രോബ്ലം ഇസ് ക്രിയേറ്റിവിറ്റി കുറവായിരിക്കും. ഒരു എവിടെയും സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ സ്റ്റക്ക് ആകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ കാണുന്നത്. എന്നാൽ ഹെട്രോജീനിയസിൽ അങ്ങനെയല്ല. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ ആർ ഫോമിങ് ദ ഗ്രൂപ്പ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഐഡിയാസ് ക്ലാഷ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇനീഷ്യൽ കോൺഫ്ലിക്റ്റ് കൂടുതലായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് അവരുടെ ഭാഷ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കാനാണ് ചാൻസ്.
ഏതൊരു പ്രോബ്ലം അപ്രോച്ച് ചെയ്യുമ്പോഴും എല്ലാവരും അവരവരുടെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്നുമായിരിക്കും അതിനെ കാണുന്നത്. സോ പെർസ്പെക്റ്റീവ്സ് വിൽ ബി ഡിഫറെന്റ്. പക്ഷേ ചില രീതിയിൽ പ്രശ്നമാണെങ്കിലും ക്രിയേറ്റിവിറ്റിക്കും പ്രൊഡക്ടിവിറ്റിക്കും അതൊരു നല്ല കാര്യമാണ്. That they have got different angles to look at a problem. Okay, so that is the composition of teams. Okay, now ഒരു ഐഡിയൽ ടീം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ എല്ലാ ടീമുകളിലും ഇവരെല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ചിലപ്പം ഒന്നിൽ കൂടുതൽ റോൾസ് ഒരേ ആളായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഒരു ഐഡിയൽ ടീമിൽ ഒരു ക്രിയേറ്റർ ഉണ്ടാവണം. പുതിയ ഐഡിയാസിനെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പുട്ട് ഫോർവേഡ് ചെയ്യാനായിട്ടുള്ള ഒരു ആളുണ്ടായിരിക്കണം. ആ ഐഡിയാസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഐഡിയാസിനെ ക്രിയേറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്താൽ മാത്രം പോരാ, ഐഡിയാസിനെ ഇവാലുവേറ്റ് ചെയ്ത് പുതിയ ഓപ്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു അനലിസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറെ ഐഡിയാസ് ജനറേറ്റ് ചെയ്തു. ആ ഐഡിയാസ് ഏതൊക്കെയാണ് ഗുഡ് ഏതൊക്കെയാണ് ബാഡ് അതൊക്കെ ജനറേറ്റ് ചെയ്ത് അനലൈസ് ചെയ്തു. ഇനി അത് പോരല്ല, നമുക്കതിനെ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യണമല്ലോ. അതിനാണ് ഓർഗനൈസറും പ്രൊഡ്യൂസർ കൺട്രോളർ വേണ്ടിയത്. ഓക്കെ, ഓർഗനൈസർ പ്രൊഡ്യൂസർ കൺട്രോളർ. ഓർഗനൈസർ ഈ ഐഡിയയെ സ്ട്രക്ചർ ചെയ്ത് എങ്ങനെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് ഓരോ സ്റ്റാൻഡേർഡ്സ് കംപ്ലയൻസ് എൻഷുർ ചെയ്ത്, ഒരു കമ്പനിയാണ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ഗവൺമെന്റ് സെറ്റ് ചെയ്തതായിട്ടും ഇൻഡസ്ട്രി സെറ്റ് ചെയ്തിട്ടുള്ളതായിട്ടുമുള്ള കുറെ സ്റ്റാൻഡേർഡ്സ് കാണും. അത് എൻഷുർ ചെയ്യുന്ന ആളിനെയാണ് കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഓർഗനൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്യാനും ആ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്താണ് ചെയ്യുന്നതും എന്ന് എൻഷുർ ചെയ്യുന്ന ആൾക്കാർ വേണം. Okay, once the plan is put in place, okay, അപ്ഹോൾഡ് ചെയ്യാനായിട്ട് ഈ ടീമിനെ അഡ്വർടൈസ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് അവരുടെ വർക്ക് എത്തിക്കാനും ഫിനാൻഷ്യലി എന്ന് വെച്ചാൽ അഡ്വർടൈസിങ് നേടിയെടുക്കാൻ, സ്പോൺസർഷിപ്സ് നേടിയെടുക്കാൻ അതൊക്കെ ഒരു ആള് ആവശ്യമാണ്. ഓക്കെ, അത് മാത്രമല്ല ഒരു അഡ്വൈസർ ആയിട്ട് ഒരു മെന്റർ ആയിട്ട് ഒരാൾ ആവശ്യമാണ്. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പുതിയ പുതിയ ആക്ടിവിറ്റീസും ആ ഗോൾ നേടിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ആക്ടിവിറ്റീസും ഒക്കെ കോർഡിനേറ്റ് ചെയ്യാനും ആൾക്കാർ ആവശ്യമാണ്. ആസ് ഐ ടോൾഡ് യു, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ ആളായിരിക്കാം ഒരു പക്ഷെ ചെയ്യുന്നത്. ഓക്കെ, സംടൈംസ് ടീംസിൽ ചിലത് മിസ്സിംഗ് ആയിരിക്കും, എന്നാലും ആ റോൾ ചെയ്യാനായിട്ട് അത്ര കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും ആളുണ്ടായേ പറ്റത്തുള്ളൂ. എന്നെങ്കിൽ മാത്രമേ ഒരു ടീം മുന്നോട്ട് പോകത്തുള്ളൂ. When a team does not have these members, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്കാരുടെ കഴിവുകൾ കുറവാണെങ്കിൽ ആ ടീം പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. Okay, so these are an ideal team must contain all these people. Now team performance management വളരെ സിമ്പിൾ ആണ്. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യം പ്ലാൻ ചെയ്യുക, എന്നിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പലതും നമ്മൾ ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സോ പ്ലാൻ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇന്റർവെൽസിൽ, ഓക്കെ, റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെ വിലയിരുത്തുക. ഓക്കെ, എല്ലാം നന്നായിട്ടാണ് നടന്നിരുന്നെങ്കിൽ റിവാർഡ് ചെയ്യാം. ഇനി അല്ല, നന്നായിട്ടല്ല നടന്നു, ചേഞ്ച് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇത് സൈക്ലിക് പ്രോസസ് ആയിട്ട് വീണ്ടും പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് റേറ്റ് ആൻഡ് റിവാർഡ് ചെയ്യും. ഓക്കെ, ഈ 4 കാര്യങ്ങൾ എഗെയിൻ ആൻഡ് എഗെയിൻ ചെയ്യുന്നതിനാണ് മാനേജ്മെന്റ്, പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലെവൽ എത്തുന്നിടം വരെ നമ്മളിത് സൈക്ലിക്കലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വെർച്വൽ ടീംസ്, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, പല ലൊക്കേഷൻസിലുള്ള ആൾക്കാർ ഒന്നിച്ച് റിമോട്ട്ലി, ദാറ്റ് ഇസ് ത്രൂ ദ ഡിജിറ്റൽ മീഡിയ വർക്ക് ചെയ്യുന്നതിനാണ് വെർച്വൽ ടീം എന്ന് പറയുന്നത്. ഇതിന് അഡ്വാൻറ്റേജസ് പലതുണ്ട്. കസ്റ്റമർ സപ്പോർട്ട് സാധാരണഗതിയിൽ ഡിഫറെന്റ് ടൈം സോൺസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ജിയോഗ്രാഫിക് ലൊക്കേഷൻസ് നമ്മൾ സാധാരണ വിളിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ആൾക്കാരെ, ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ആൾക്കാരായിരിക്കും കസ്റ്റമർ സപ്പോർട്ടിൽ ഇരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ടു അക്കോമഡേറ്റ് ദ ഡിഫറെന്റ് ടൈം സോൺസ്. ഏത് രാജ്യത്തിൽ നിന്ന് എപ്പോൾ വിളിച്ചാലും കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് കഴിയണം. ഓക്കെ, അത് മാത്രമല്ല
ഡിഫറെന്റ് ഏരിയാസിൽ നിന്ന് അവരുടെ വീട്ടിൽ തന്നെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അവരുടെ ടൈം ടേബിൾ അതൊക്കെ ആകുമ്പോൾ ബെറ്റർ ആൾക്കാരെ ആ പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് വെർച്വൽ ടീംസ്. ഇതിൽ ഡിസഡ്വാൻറ്റേജസും ഉണ്ട് എന്ന് ഓർത്തോണം. ഇങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഉള്ളപ്പം നിങ്ങളിപ്പോൾ വീട്ടിൽ ഇരുന്നാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാറ്റി വെക്കുന്ന സോർട്ട് ഓഫ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ജോലികൾ തീരൂല. മാറ്റി വെച്ച് പൈൽ ചെയ്ത് ഒരു ജോലിയും തീരത്തുമില്ല. നമുക്ക് ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഈ വർക്ക് ഫ്രം ഹോം ഒരിക്കലും പറ്റത്തില്ല. ഓക്കെ, അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പം വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളെ നേരിട്ട് മാനേജ്മെന്റ് കാണുന്നില്ല. നേരിട്ട് മാനേജ്മെന്റ് കാണുന്നില്ലാത്തത് കൊണ്ട് തന്നെ പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോൾ വീട്ടിൽ നിന്നും വർക്ക് ചെയ്യുന്നവരെ ഓവർലുക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ഭയങ്കര എഫിഷ്യന്റ് ആയിരിക്കണം, എന്നെങ്കിൽ മാത്രമാണ് എല്ലാവർക്കും ഒരുപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല, നേരിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഡിഫിക്കൽട്ടീസ് നമ്മൾ ഒന്നിച്ചിരുന്ന് സോൾവ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി. എന്നാൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം വളരെ സ്ട്രോങ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ തന്നെ അത് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഗ്രൂപ്പിൽ നിങ്ങൾ ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷനോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പഠിക്കുന്നതോ ഒന്നും നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിന് ഇത്രയും റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതിൻ്റെതായ ഡിഫിക്കൽട്ടീസും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ട് മെക്കാനിസം നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം സംബന്ധിച്ച് ഇറ്റ്സ് നോട്ട് വെരി സ്ട്രോങ്. അതുകൊണ്ടാണ് ആ പ്രശ്നം നമുക്ക് വരുന്നത്. ഓക്കെ, അത് ഈ ഹ്യൂമൻ റിസോഴ്സസിന്റെ മാനേജ്മെന്റ് സിസ്റ്റം, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റവും വളരെ ഹൈ ആയിരിക്കണം. നമുക്ക് ത്രൂ ദ നെറ്റ് ഈ എല്ലാ ആൾക്കാരെയും കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്ത് വേണം എന്നുള്ളത് നമുക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സ്പെഷ്യൽ മെക്കാനിസംസ് ഉണ്ടായിരിക്കണം. അവരെ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അവരെ പഠിപ്പിക്കും, കോച്ചിങ്ങിന് വേണ്ടിയിട്ട്, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ലീഡർഷിപ്പ് വളരെ സ്ട്രോങ് ആയിരിക്കണം, എല്ലാവരും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട്. അത് മാത്രമല്ല, ബിക്കോസ് ദേ ആർ വർക്കിംഗ് ഓൺലൈൻ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ആദ്യം ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇന്റർനെറ്റ് ഫെസിലിറ്റീസ്, നിങ്ങളുടെ ഡിവൈസിന്റെ ഫെസിലിറ്റീസ്, ഇതെല്ലാം നമ്മൾ ഒരു പരിധി വരെ ഗവൺമെന്റ് സഹായിച്ച് നമ്മൾ അത് സോൾവ് ചെയ്തു. ഓക്കെ, കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ആ കമ്പനി ഹാൻഡിൽ ചെയ്യണം, ആക്സസ് ടു ഇലക്ട്രോണിക് ആൻഡ് കൊളാബറേറ്റീവ് ടെക്നോളജീസ്. അത് മാത്രമല്ല, നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് കൾച്ചറിൽ നിന്ന് ചേഞ്ച് ചെയ്തിരിക്കണം. ആ ചേഞ്ചിനെ ഹാൻഡിൽ ചെയ്യാനും പഠിച്ചിരിക്കണം. ഓക്കെ, പീരിയോഡിക്കലി മീറ്റിംഗ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ പല രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫാക്ടേഴ്സ് ഇൻ ബിൽഡിംഗ് വെർച്വൽ ടീംസ്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. വെർച്വൽ ടീം സാധാരണഗതിയിൽ കോമൺ ആയിട്ട് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ രണ്ട് സ്ലൈഡും നിങ്ങൾ അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സോ വിത്ത് ദിസ് വി ആർ എൻഡിങ് അവർ 4th module. And now we are going to start with our 5th module, which is leadership. So this is our final module, leadership. Okay, leadership ഞാൻ ഇന്ന് നാളെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അഥവാ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഞാൻ സാറ്റർഡേയും കൂടെ ക്ലാസ് എടുത്ത് അത് തീർക്കും. ഓക്കെ, സോ ലീഡർഷിപ്പിന്റെ സിലബസിൽ നമുക്കുള്ളത് ലീഡർഷിപ്പ് എന്താണ്, ലീഡർഷിപ്പ് ഫ്രെയിംവർക്ക് എന്താണ്, ആൻട്രപ്രണറൽ ആൻഡ് മോറൽ ലീഡർഷിപ്പ്, വിഷൻ, കൾച്ചറൽ ഡയമെൻഷൻസ്, ലീഡർഷിപ്പിലുള്ള കൾച്ചറൽ ഡയമെൻഷൻസ്. പിന്നെ ഉള്ളത് ലീഡറായിട്ട് എങ്ങനെ വളരാൻ പറ്റും, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്, ടേൺ അറൗണ്ട് ലീഡർഷിപ്പ്, മാനേജിങ് ഡൈവേഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ക്രൈസിസ് മാനേജ്മെന്റ്, ടൈപ്സ് ഓഫ് ലീഡർഷിപ്പിൽ ട്രേറ്റ്സ്, സ്റ്റൈൽസ്, വോക്ക ലീഡർഷിപ്പ്, ലെവൽസ് ഓഫ് ലീഡർഷിപ്പ്, പിന്നെ ട്രാൻസാക്ഷണൽ വേഴ്സസ് ട്രാൻസ്ഫോർമേഷണൽ ലീഡേഴ്സ്, ലീഡർഷിപ്പ് ഗ്രിഡ് ആൻഡ് ഇഫക്റ്റീവ് ലീഡേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ലീഡർഷിപ്പിൽ ഉള്ളത്. ഓക്കെ, എന്താണ് ലീഡർഷിപ്പ്? മറ്റുള്ളവരെ ഗൈഡ് ചെയ്ത് ലീഡ് ചെയ്ത് അവർക്ക് പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് അവരെ എത്തിക്കുന്നതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളുടെ മണ്ടയിൽ കയറി ഇരുന്ന് അയാളെ ഏത് നേരവും കൺട്രോൾ ചെയ്ത് അയാളെ കമാൻഡ് ചെയ്യുന്നതിനല്ല ലീഡർഷിപ്പ് എന്ന് പറയുന്നത്.
നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഹാൻഡിൽ ചെയ്ത് അവർക്ക് എത്താൻ പറ്റുന്ന ഹയസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് അവരെ എത്തിക്കുന്നതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ ലീഡർ ഷുഡ് ഹാവ് എ വിഷൻ. ഒന്നാമത് അവർക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. ആ വിഷൻ ഷെയർ ചെയ്ത് മറ്റുള്ളവരെ ആ വിഷൻ നേടിയെടുക്കാനായിട്ട് ഇൻസ്പയർ ചെയ്യാനായിട്ടുള്ള കഴിവുള്ളവരായിരിക്കണം. ഓക്കെ, സോ മറ്റുള്ളവരെ ആ ഷെയർഡ് വിഷൻ ഇൻസ്പയർ ചെയ്ത് അത് ചെയ്തെടുക്കാനായിട്ടുള്ള ആ ഒരു ആഗ്രഹം അവരിൽ ഉളവാക്കുന്നവരായിരിക്കണം ലീഡേഴ്സ്. ഓക്കെ, ദേ ഷുഡ് ബി ഏബിൾ ടു പ്രൊവൈഡ് നോളജ്. അതിനാവശ്യം ഈ വിഷൻ നേടിയെടുക്കാനായിട്ടുള്ള സ്കിൽ സെറ്റ് അല്ലെങ്കിൽ നോളജും സ്ട്രാറ്റജീസും പ്രൊവൈഡ് ചെയ്ത് ആവശ്യമായ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ഗൈഡ് ചെയ്ത് എല്ലാവരുടെയും ഇൻട്രസ്റ്റുകൾ ബാലൻസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഗോളിലേക്ക് എത്തിക്കാനായിട്ട് കഴിവുള്ള ആൾക്കാരായിരിക്കും. പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്ത് വീണ്ടും ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കഴിവും ഉണ്ടായിരിക്കുന്നവരായിരിക്കണം ലീഡേഴ്സ്. ഓക്കെ, നൗ what is the difference between a leader and a boss? ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. ബോസ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അതോറിറ്റി കാണിക്കുന്ന, പൊസിഷൻ കാണിക്കുന്ന ആളാണ് ബോസ്. എന്നാൽ ലീഡർ അങ്ങനെയല്ല, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ടുള്ള കരിസ്മ ഉള്ളവരാണ് ലീഡേഴ്സ്. ഓക്കെ, സോ the first thing that we need to know to be a good leader is what's the difference between a manager and a leader. ഓക്കെ, ചില മാനേജേഴ്സ് ലീഡേഴ്സുമാണ്, പക്ഷെ എല്ലാ മാനേജേഴ്സും ലീഡേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ഓക്കെ, മാനേജേഴ്സ് സാധാരണ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. കൂടുതലൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഓരോ ദിവസം ആവശ്യമായ കാര്യങ്ങൾ ചെയ്തെടുക്കുക, ഇത്ര മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ ലീഡർ അങ്ങനെയല്ല. പുതിയ കാര്യങ്ങൾ പുതിയ രീതിയിൽ, നല്ല രീതിയിൽ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോയി ക്രിയേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ. അവര് ആൾക്കാരെ മാനേജ് ചെയ്യാനായിട്ട് നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും, ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിവുള്ളവരായിരിക്കും. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഡിഫറൻസസ്. മാനേജേഴ്സ് ഡു തിങ്സ് റൈറ്റ്, ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ലീഡേഴ്സ് ആ രീതിയിലല്ല ചെയ്യുന്നത്. ഡസ് ദ റൈറ്റ് തിങ്സ്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നു മാനേജേഴ്സ്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു ലീഡേഴ്സ്. ഓക്കെ, പ്ലാൻ ചെയ്ത് ടാസ്കുകളെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് മാനേജർ. എന്നാൽ ലീഡർ അതല്ല ചെയ്യുന്നത്, വിഷനാണ്. സെറ്റിംഗ് എ ഡയറക്ഷൻ. വേറെ ആൾക്കാരായിരിക്കും അത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, പക്ഷെ അവരവരുടെ വിഷൻ ഷെയർ ചെയ്ത് ഇൻസ്പയർ ചെയ്യുക ആൾക്കാരെ ചെയ്യാൻ വേണ്ടിയിട്ട്. Okay, manager asks how and when, whereas the leader asks what and why. Okay, എങ്ങനെ ചെയ്തെടുക്കണം എന്ന്, എപ്പ ചെയ്തെടുക്കണം എന്ന് മാനേജർ ചോദിക്കുമ്പോൾ എന്തിനു ചെയ്തെടുക്കണം, വാട്ട് ആൻഡ് എന്തുകൊണ്ട് ചെയ്തെടുക്കണം എന്നാണ് ലീഡേഴ്സ് നോക്കുന്നത്. സോ ബ്രോഡർ പിക്ചർ ആണ് എപ്പോഴും ലീഡർ നോക്കുന്നത്. ഓക്കെ, മാനേജർ റിലൈസ് ഓൺ ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. എന്നുവെച്ചാൽ ഞാനൊരു ബോസ് ആണ്, മാനേജർ ആണെന്നുണ്ടെങ്കിൽ എന്റെ സബോർഡിനേറ്റ്സ് ഞാൻ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ, അതിനെയാണ് ഞാൻ റിലൈ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ പേഴ്സണൽ ഇൻഫ്ലുവൻസിലാണ്, എന്നുവെച്ചാൽ ആ പീപ്പിൾ സ്കില്ലിലാണ് ലീഡർ റിലൈ ചെയ്യുന്നത്. ഓക്കെ, മാനേജർ മോട്ടിവേറ്റ്സ്, ചെയ്തെടുക്കാനായിട്ട് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുക പല രീതിയിൽ. എന്നാൽ ലീഡർ ഇൻസ്പയർ ചെയ്യുക ചെയ്യും. Okay, so there is a subtle difference between the role of a manager and a leader. Manager day-to-day tasks എങ്ങനെയും ചെയ്തെടുക്കുകയാണ്, മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് ആ ചെയ്യുന്ന കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് ആൾക്കാരെ കൊണ്ടു നടക്കാനാണ് മാനേജർ നോക്കുന്നത്. എന്നാൽ ലീഡർ ബിഗ് പിക്ചർ ആണ് കാണുന്നത്. He focuses on the future development and nurtures people that in the future they will also grow to be good leaders. Okay, idana basic difference between manager and leader. It's very important, you must know the difference between managers and leaders. In what is leadership framework? മൂന്ന് എസെൻഷ്യൽ കാര്യങ്ങളാണ് ലീഡർഷിപ്പിൽ ഉള്ളത്. ഒന്ന് ഓഫ് കോഴ്സ് ലീഡർ ഉണ്ടായിരിക്കണം. ലീഡർ ഉണ്ടെങ്കിൽ അവിടെ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, ഈ ലീഡർ എന്തിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാനാണല്ലോ. സോ ദർ വിൽ ബി സിറ്റുവേഷൻസ്, tasks where the leader has to show his skills and abilities. Okay, leader അയാളുടെ പേഴ്സണാലിറ്റിയും പൊസിഷനും എക്സ്പെർട്ടിസും ഒക്കെ
കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഫോളോവേഴ്സ് എന്നാൽ അങ്ങനെയല്ല, ആ ലീഡറിനോട് ചേർന്ന് നടക്കുന്ന കൊഹെസിവ്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് വാല്യൂസും നോംസും ഒക്കെ ഈ ലീഡറിനോട് ചേർന്ന് ഫോളോ ചെയ്യുന്നതിനാണ് ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് എന്തോ ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? സ്ട്രെസ് ഉണ്ടാവും, അവരുടെ എൻവയോൺമെന്റ് മാനേജ് ചെയ്ത് പല രീതിയിലുള്ളതായിരിക്കും. അതൊക്കെ വിൽ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദിസ് ഫ്രെയിംവർക്ക്. എന്നിട്ട് അതിൻ്റെയൊക്കെ നടുവിൽ ഇവർ ലീഡേഴ്സും ഫോളോവേഴ്സും ഒന്നിച്ച് വർക്ക് ചെയ്യും. അതിനെയാണ് ഫ്രെയിംവർക്ക്, ലീഡർഷിപ്പ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ആൻട്രപ്രനറിയൽ ആൻഡ് മോറൽ ലീഡർഷിപ്പ്. എന്താണ് ആൻട്രപ്രനറിയൽ ലീഡർഷിപ്പ്? ആൻട്രപ്രനറിയൽ എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം ബിസിനസ് ഓറിയന്റഡ്. മോറൽ ലീഡർഷിപ്പ് അതല്ല, പീപ്പിൾ ഓറിയന്റഡ് ആണ് മോറൽ ലീഡർഷിപ്പ്. ഓക്കെ, സോ ബിസിനസ്സിൽ ചില പർട്ടിക്കുലർ ഗോൾസ് ഉണ്ട്, അതിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതും ഇൻസ്പയർ ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാരാണ് ആൻട്രപ്രനറിയൽ ലീഡർഷിപ്പ്. എന്നാൽ ബിസിനസ്സിൽ തന്നെ മോറൽ ലീഡേഴ്സും കാണാം. പീപ്പിൾ ഓറിയന്റഡ്, പീപ്പിൾ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ആ ബിസിനസ്സിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ആൾക്കാരും കാണും. അതിനെയാണ് മോറൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മോറൽ ലീഡർഷിപ്പ് കാണിക്കുന്ന ആൾക്കാരായിരിക്കും ഗുഡ് ലീഡേഴ്സ്. പീപ്പിൾ, ആൾക്കാർക്ക് അവരുമായിട്ട് ചേർന്ന് പോകാനാണ് എളുപ്പം. ഓക്കെ, വാട്ട് ഈസ് എ ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്? ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഓർത്തോണം, ഗിവ് ആൻഡ് ടേക്ക്. Okay, so leaders are related to the followers through a series of transactions. ഒരു ജോലികൾ ഏൽപ്പിക്കുന്നു, ആ ജോലികൾ ചെയ്താൽ റിവാർഡ് ചെയ്യുന്നു, ചെയ്തില്ലെങ്കിൽ പണിഷ് ചെയ്യുന്നു. അപ്പൊ പണിഷ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കുന്നു എന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്, മെമ്മോ കൊടുക്കുകയോ പ്രൊമോഷൻ തടയോ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഫോളോവേഴ്സ് എങ്ങനെയായിരിക്കും? ആ ലീഡറിനോട് പ്രത്യേകിച്ച് കൂറൊന്നും ഇവർക്കുണ്ടാവില്ല. അവരുടെ മോട്ടിവേഷൻ എപ്പോഴും സെൽഫിഷ് ആയിരിക്കും. കാരണം ഈ റിവാർഡ് കിട്ടാൻ അല്ലെങ്കിൽ പണിഷ് ആകാതിരിക്കാനാണ് അവരുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. സോ ഇവിടെ മെയിൻ ഫീച്ചർ ഓഫ് ദിസ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് ഇസ് ഇറ്റ് ഇസ് കണ്ടിജന്റ് ഓൺ റിവാർഡ്സ്. കണ്ടിജന്റ് ഓൺ റിവാർഡ്സ് മീൻസ് അതേ ബേസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും. സോ പേ കൂടുക, പ്രൊമോഷൻ കിട്ടുക, റെക്കഗ്നിഷൻ കിട്ടുക, ഇതൊക്കെയാണ് ആൾക്കാരുടെ എയിം എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. ലീഡർ ചെയ്യുന്നത് എന്തുവാ? കുറെ റൂൾസ് ഉണ്ട്, ആ റൂൾസ് ഫോളോ ചെയ്ത് വേണ്ടിയ ആൾക്കാരെയും വേണ്ടാത്ത ആൾക്കാരെയും ഓരോ സിറ്റുവേഷനിലും റൂട്ട് ഔട്ട് ചെയ്ത് വർക്ക് ചെയ്യുക. ആ സ്ട്രക്ചറിൽ നിന്നും ഒരിക്കലും ഈ ലീഡർ മാറുന്നില്ല. ആ ലീഡറിന് ട്രഡീഷണൽ ലീഡർഷിപ്പ് ഈസ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. ഓക്കെ, എന്നാൽ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് അതല്ല. പേര് പോലെ തന്നെ ആൾക്കാരുടെ ചിന്തയെ ട്രാൻസ്ഫോം ചെയ്ത് അവരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്പയർ ചെയ്ത് അവരുടെ ഉള്ളിൽ തന്നെ ഇത് ചെയ്തെടുക്കണം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്, സെൻസ് ഓഫ് മിഷൻ ഉളവാക്കി എടുക്കുന്നതിനാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ലീഡർ എന്ന് പറയുന്നത് വളരെ കരിസ്മാറ്റിക് ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും. അയാളുടെ ഈ എന്തൂസിയാസം കണ്ടിട്ട് തന്നെ ആൾക്കാർ കൂടെ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരായിരിക്കും. ഇയാൾ അയാളുടെ അതോറിറ്റി അല്ല യൂസ് ചെയ്യുന്നത്, പീപ്പിൾ സ്കിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ he encourages taking risks. പുതിയ ഐഡിയാസ് കൊണ്ടുവരാനും ആ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാനും ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാനും ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ഫോക്കസ് ചെയ്ത്, അത് ആൾക്കാരുടെ പൊസിഷനെ ഫോക്കസ് ചെയ്തല്ല, സ്കില്ലുകളെ ഫോക്കസ് ചെയ്ത് ആൾക്കാരെ എൻകറേജ് ചെയ്യാനായിട്ടാണ് ഈ ലീഡർ നോക്കുന്നത്. ഓക്കെ, ആൻഡ് ഹി ഇസ് മോട്ടിവേറ്റഡ് ബൈ ദി ഏർജ് ടു കോൺട്രിബ്യൂട്ട്. അയാളുടെ ആ കാലയളവിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കണം, ചാലഞ്ചസ് മീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളതാണ് ചിന്തിക്കുന്നത്. സോ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് ഇസ് ഫീച്ചേർഡ് ബൈ ആൻ ഇൻസ്പയറിംഗ് വിഷൻ. ആൾക്കാരുടെ മനസ്സിനെ സിമുലേറ്റ് ചെയ്യുക, ഇന്റലക്ച്വൽ സിമുലേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ കൺസേൺ. ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു. ഓക്കെ, നൗ വിച്ച് ഇസ് ഗുഡ്? ആ ചോദ്യം എപ്പോഴും വരും. ട്രാൻസാക്ഷനിലാണോ ട്രാൻസ്ഫോർമേഷനിലാണോ ഗുഡ് എന്ന് പറയും. ബോത്ത് ആർ നീഡഡ്. ഓക്കെ, ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് കഴിഞ്ഞു കഴിയുമ്പോൾ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് ഏത് കാര്യം വരുമ്പോഴത്തേക്കും യു നീഡ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. ഓക്കെ, രണ്ടുമില്ലാതെ ഒരിക്കലും ഒരു ലീഡർഷിപ്പ് ഫ്ലറിഷ് ചെയ്യത്തില്ല. ഓക്കെ, യു ഷുഡ് ബി ഏബിൾ ടു ഡു ബോത്ത് ആൻഡ് ഡു ബോത്ത് വെൽ.
Okay, so let's look at the differences, transactional and transformational. Transactional leadership is good in a settled environment. Okay, so നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ it is enough. Transactional leadership is enough. പക്ഷേ when the times are troubled, then change is required. Like നമ്മുടെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ ഗവൺമെന്റ്, കേരളത്തിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ് എന്ന് പറയുന്ന ഉള്ള ഗവൺമെന്റ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. ഓക്കെ, പ്രോബ്ലംസ് ഉണ്ടാകും, ഇന്നോവേറ്റീവ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ പ്രോപ്പറായിട്ട് അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്ന് അവർ ഇത്രയും കാലങ്ങൾ കൊണ്ട്, ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എല്ലാം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് മനുഷ്യർ തന്നെയാണല്ലോ, ദൈവം അല്ലല്ലോ. അതുകൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും അല്ല ഞാൻ ഈ ക്ലെയിം ചെയ്യുന്നത്. ബട്ട് ഇമാജിൻ എനി അതർ എക്സിസ്റ്റിംഗ് existing alternative, would they have been successful? ആ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ this government has really done very well. Okay, now transactional leadership ഇമോഷണൽ ലെവൽസ് വളരെ കുറവായിരിക്കും, ലോ ആയിരിക്കും. എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നു, അവിടെ പ്രത്യേകിച്ച് ഇമോഷണൽ ലെവലൊന്നുമില്ല. ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ട്രബിൾ ടൈംസ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെ ഹൈ ആയിട്ടുള്ള ടെമ്പറൽ പേടിയും അവരുടെ ദേഷ്യവും ഒക്കെ അവർ കാണിക്കുന്ന സമയം, അതിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻസ് ലെവൽ ലീഡർഷിപ്പും കൊണ്ട് പറ്റത്തില്ല. ട്രാൻസാക്ഷണൽ ലെവൽ ലീഡർഷിപ്പ് ഇസ് ഫോർമൽ ആൻഡ് ബ്യൂറോക്രാറ്റിക്, whereas in transformational leadership is informal and charismatic. ഓക്കെ, ഇപ്പൊ തന്നെ ഞാൻ ഈ ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ദേ ഹാഡ് ലോട്ട്സ് ഓഫ് ട്രാൻസ്ഫോർമേഷണൽ ഐഡിയാസ്, ബട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് തന്നെയല്ല യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദോ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസാക്ഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, ആൻഡ് ഇത് ആപ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈംസ് ഡിഫറെന്റ് ആണെങ്കിൽ പോലും രണ്ടുമില്ലാതെ ഒരിക്കലും നമുക്ക് ഒരു കാര്യം ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. So both are important, though it is very, very different. Okay. Now with this, I am stopping today's lesson. Tomorrow we will continue from personality traits onwards. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, മെയിൽ ചെയ്യോ മെസ്സേജ് ചെയ്യോ എന്തെങ്കിലും ചെയ്യും. For now, thank you.